ഭടന്മാരെത്ര പേരും മരിച്ചു. കംസനാകെ വെപ്രാളം, പരിഭ്രമം. അന്ന് രാത്രി കംസൻ ഉറങ്ങിയില്ല. തിരിഞ്ഞും മറന്നും കിടക്കുകയാണ്. കഷ്ടിച്ചൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ദുസ്വപ്ന കാണുക, പൂതനയൊക്കെ കാണുന്നത് മനസ്സിലെ സ്വപ്നത്തില്. പൂതന വന്ന് ചോദിക്കുക, കംസേട്ടാ വരില്ലേ? പോവയില്ലേ? മരിച്ചവരൊക്കെ വന്ന് ഇങ്ങനെ വരില്ലേ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ വലിയ താമസമില്ല എന്നാണ് പറയാറ്. കംസനാകെ പരിഭ്രമം, ഞെട്ടി ഉണരുന്നു, വെള്ളം കുടിക്കുന്നു. എവിടെ നോക്കിയാലും കൃഷ്ണനെ തന്നെ കാണുകയാണ്. അന്ന് രാത്രി കൃഷ്ണനാവട്ടെ നല്ല പാൽച്ചോറൊക്കെ കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പൊക്കെ കൊടുത്ത് അവിടെ മല്ലയുദ്ധം ഉണ്ട്, എന്നാ കാണാൻ പോവുക എന്ന് പറഞ്ഞ് പുറപ്പെട്ടതാ. അവിടെ വഴിക്കെ തന്നെ കുവലയാപീഠത്തെ വെച്ചിട്ടുണ്ട് ആന വഴിക്കെ തന്നെ കണ്ടപ്പോൾ കൃഷ്ണൻ പാപ്പാനോട് പറഞ്ഞു, വഴിക്കലാണോ ആനയെ വെക്കുന്നു, ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കേണ്ട, ആളുകൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? പാപ്പൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേണം കൃഷ്ണന്റെ നേരെ ഈ ആനയെ അയക്കാൻ കരുതിയിരിക്കുകയാണ്. താൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ ആനയെ ആരുടെ നേരെ വിട്ടു? കൃഷ്ണന്റെ നേരെ അങ്ങോട്ട് വിട്ടു. ആന അങ്ങോട്ട് കുത്താൻ പുറപ്പെട്ടു. കൃഷ്ണൻ മലന്നങ്ങോട്ട് കടന്നു. ആന അങ്ങോട്ട് കുത്തി. എല്ലാവരും കരുതി എന്ത് കൃഷ്ണനെ കുത്തിന്നാണ്. ഇല്ല, രണ്ട് കൊമ്പിന്റെ ഇടയിലായിട്ട് കൃഷ്ണൻ കിടക്കുക. രണ്ട് കൈ കൊണ്ട് രണ്ട് കൊമ്പം കൊണ്ട് പിടിച്ചു. തന്റെ വലത്തെ കാല് പൊന്തിച്ച് മസ്തകത്തിലൊരു ചവിട്ടം കൊണ്ട് കൊടുത്തു. ആന മുകളിലേക്ക് അങ്ങോട്ട് പോയി. കൊമ്പ് രണ്ട് കയ്യിലാ. പിന്നെ ആന താഴത്തേക്ക് വന്നപ്പോൾ ആനയുടെ മസ്തകത്തിന് അതിന്റെ കൊമ്പ് കൊണ്ട് ഒരു അടി കണ്ട് അടിച്ചു. അതിനെ കൊന്നു. ഒരു കൊമ്പ് ഏട്ടനും കൊടുത്തു. അങ്ങനെ ചോര ഉറ്റുറ്റു വീണ കൊമ്പും തോളിൽ വെച്ചും കൊണ്ട് കൃഷ്ണനും രാമനും കൂടി ആ മല്ലയുദ്ധം നടക്കുന്ന ദിക്കിലേക്ക് കയറുകയാണ്. അത് അവിടെ കൂടിയിരുന്നവരൊക്കെ കണ്ടു. അവർക്കൊക്കെ പലതായിട്ട് തോന്നിയെന്നാണ്. എല്ലാവർക്കും ഒന്നല്ല തോന്നിയത്. മല്ലാനാമശനിഹി നൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സുജനോ സതാം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശോ മൃത്യുർഭോജപതേ വിരാട വിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജ. മല്ലാനാമശനിഹി. മുഷ്ടികനും ചാണൂരനും തോന്നിയതാണ് ഇടിവാൾ. കൃഷ്ണനും രാമനും ആയിട്ടല്ല, ഇത് ഇടിവാള. നമ്മുടെ കഥ കഴിഞ്ഞിട്ടോ തോന്നി. സ്ത്രീകൾക്ക് തോന്നി ഇതാണോ കാമദേവൻ? കേട്ടിട്ടുണ്ട്, ഇതാണ് തോന്നുന്നുണ്ട് അവര്. ഗോപന്മാർക്ക് തോന്നി നമ്മുടെ കൃഷ്ണനും രാമനല്ലേ അത്, അത്രയുള്ളവർക്ക്. വസുദേവരും ദേവകി ദൂരത്തുണ്ട്, അവരെ കെട്ടിട്ടതാ. അവരിങ്ങനെ നോക്കുമ്പം നമ്മുടെ ഉണ്ണികളല്ലേ അത്, രാമനും കൃഷ്ണനല്ലേ, വാത്സല്യം. കംസന്റെ ദൂരത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ആരെയാ? ഒരു പോത്തങ്ങനെ വരുന്നുണ്ട്. ഈശ്വര, കണ്ണൊക്കെ തിരുമ്മി നോക്കുകയാണ്. കൃഷ്ണനും രാമനും കാണുന്നില്ല. ഒരു പോത്തങ്ങനെ വരണു. ഒറ്റയ്ക്കല്ല, ആ പോത്തിന്റെ മുകളിൽ ഒരാളുണ്ട്. രണ്ട് കൊമ്പ്, കറുപ്പ് ഷാള്, ഒരു കയ്യില് ഒലക്ക, ഒരു കയ്യില് കയറ്. ആരാത്? മൃത്യുഹോ ഭോജപതേ. ഭോജപതിയായിരിക്കുന്ന കംസൻ നോക്കുമ്പോ കാലനായിട്ടാണ് ആരെ കാണുന്നത്? കൃഷ്ണനെ കാണുന്നത്. ഋഷിമാരുണ്ട് അവിടെ, യോഗീശ്വരന്മാരുണ്ട്. അവർ നോക്കുന്ന സമയത്തോ ഇത്രയും കാലമായിട്ട് നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന രൂപം എന്താ? ആ ഒരു ജ്യോതിസ് രൂപം ധരിച്ചു വരിക. തത്വം പരം യോഗിനാം. നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന തത്വം രൂപം ധരിച്ചു വരികയാണ്. അതാണ് രാമനും കൃഷ്ണനും എന്നവർക്ക് തോന്നി. അങ്ങനെ എല്ലാവരും ആ കൃഷ്ണനെ സ്വീകരിച്ചു. അവരൊക്കെ ആ കൃഷ്ണനും രാമനും ആ മല്ലയുദ്ധം നടക്കുന്ന ദിക്കിലെത്തി. മുഷ്ടികനും ചാണൂരനും യുദ്ധത്തിന് നിർബന്ധിച്ചു. അവരവിടെ യുദ്ധം ചെയ്തു. മുഷ്ടികനും ചാണൂരിന്റെ കഥ തീർത്തു. അവിടേക്ക് വന്ന ഭടന്മാര് പലരും വന്നു. അവരെയൊക്കെ കഥ തീർത്തു. അവിടെയും കംസന് പേടിയായി. ഒരുവിധം എല്ലാവരും കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരേ ബാക്കിയുള്ളൂ? കംസനും 10-12 ആളും മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരുടെയും കഥ ആയിട്ട് തീർത്തിട്ടുണ്ട്, കൃഷ്ണൻ തീർത്തിട്ടുണ്ട്. പേടിച്ചോടിപ്പോയി 18 നിലകളുടെ ഏറ്റവും മുകളിൽ അവിടെ ഒരു കസേര, അതിന്റെ മുകളിൽ പോയി ഇരിക്കുകയാണ് ആര്? കംസൻ. ഇങ്ങോട്ട് വരുണ്ടാവില്ല വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്ക് ഭഗവാൻ അങ്ങോട്ട് പറന്ന് മുകളിലേക്ക് എത്തി. ലഘിംനോത്പത്യതരസ. ലഘിമ എന്ന അഷ്ടൈശ്വര്യങ്ങളിൽ ഒരു സിദ്ധി സ്വീകരിച്ച് തന്റെ ഭാരം കുറച്ച് ഭഗവാൻ അങ്ങോട്ട് പറന്നു. എവിടെ എത്തി? ആ കംസന്റെ തൊട്ട് മുമ്പിൽ അങ്ങോട്ട് എത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കിരീടം അങ്ങോട്ട് തട്ടി മാറ്റി കുടുംബയ്ക്ക് അങ്ങോട്ട് പിടിച്ചു. ഇന്നലെ പറഞ്ഞു, ഖഡ്ഗപാണി കചയഗൃഹീത്. ദേവകിയുടെ കല്യാണ ദിവസം വെട്ടിക്കൊല്ലാനായിട്ട് തേർത്തടത്തിലേക്ക് ചാടിയിട്ട് കംസൻ മുടിക്ക് പിടിച്ചില്ലേ? അതിന് പകരം വീട്ടുകയാണോ തോന്നും. ഇങ്ങനെയല്ലോ താൻ എൻ്റെ അമ്മയെ ആ കല്യാണ ദിവസം തന്നെ വെട്ടിക്കൊല്ലാൻ നോക്കിയത് എന്നുള്ള മട്ടിൽ ഭഗവാൻ ആ അമ്മാവന്റെ കുട്ടുമ്പയ്ക്ക് അങ്ങോട്ട് പിടിച്ചു. കിരീടം അങ്ങോട്ട് തട്ടി മാറ്റി എടുത്ത് താഴത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞു. ആ പോണ സമയത്ത് തന്നെ ആര് മരിച്ചിട്ടുണ്ട്? ശരിക്കും കംസൻ മരിച്ചിട്ടുണ്ട്. എന്നാലും ഭഗവാൻ എടുത്തങ്ങോട്ട് ചാടി നെഞ്ചത്തൊരു അടി അങ്ങോട്ട് അടിച്ചു. കണ്ണങ്ങോട്ട് അടച്ചു. ആര്? കംസൻ. കഴിഞ്ഞു. ഇതാണ് കംസവധം. അത്രയും ഉണ്ടായുള്ളൂ. സൈലന്റ് അറ്റാക്കാ. കൃഷ്ണൻ കൊന്നിട്ടൊന്നുമില്ല. കൃഷ്ണൻ എടുത്തു അങ്ങോട്ട് താഴത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. ആ പോണ പോക്ക് തന്നെ ആര് മരിച്ചു? കംസൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ എപ്പോഴോ മരിച്ചിട്ടുണ്ട്. ആ മരിച്ച കംസന്റെ മേലേക്ക് ഭഗവാൻ ഒന്ന് ചാടി എന്നുള്ളതൊക്കെ സത്യം. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതോടുകൂടി കംസൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് കംസന്റെ ഭാര്യമാർക്ക് വലിയ വിഷമം. ഭാര്യമാരുടെ പേര് അസ്ഥി പ്രാപ്തി. അവരുടെ അച്ഛനാരാ? അവരുടെ അച്ഛൻ ജരാസന്ധൻ. അവരോടി ചെന്ന് ജരാസന്ധനോട് പരാതിയൊക്കെ പറഞ്ഞു. ഏതായാലും ചെന്ന് കാരാഗ്രഹത്തിൽ ചെന്ന് കൃഷ്ണൻ കംസന്റെ അച്ഛൻ
ഉഗ്രസേനനെ മോചിപ്പിച്ചു. വലിയ സന്തോഷമായി അദ്ദേഹത്തിന്. എന്റെ മകൻ മരിച്ചത് ദുഃഖമൊന്നുമില്ല, ദുഷ്ടനല്ലേ, തന്നെ അടിച്ചു ജയിലിലിട്ട് രാജ്യം ഭരിക്കരുതേ. മുത്തശ്ശന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. മുത്തശ്ശൻ വേണം രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊക്കെ അത്രയൊക്കെ പ്രായമായില്ലേ, ഞാനൊക്കെ രാജ്യം ഭരിക്കാൻ എന്തിനു പറ്റും, എന്റെ മകനെ പോലും നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ആളാണ് ഞാൻ, അത്രയ്ക്കും പൗരുഷമില്ല. എന്നിട്ടാണ് ഞാൻ എന്നെ പിടിച്ച് ജയിലിലിട്ടിട്ട് മകൻ രാജ്യം ഭരിച്ചത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ രാജ്യം ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, കുട്ടികൾക്ക് എന്ത് പക്വത, ഞങ്ങൾക്ക് ലോക വിവരം ഉണ്ടോ, അതൊക്കെ വലിയ പ്രായമുള്ളവർക്കല്ലേ ഉണ്ടാവുക എന്ന് പറഞ്ഞ കൃഷ്ണൻ കൈയൊക്കെ പിടിച്ച് ഈ വയസ്സായ 125 വയസ്സുണ്ട് അന്ന് ആർക്ക്, ഉഗ്രസേനന്, അയാളെ പിടിച്ച് അവിടെ കസേരയിലിരുത്തി. കൃഷ്ണനാണ് കിരീടം ശിരസിൽ വെച്ചു കൊടുക്കുന്നത്. കിരീടം ശിരസിലങ്ങോട്ട് വെച്ച് ഭഗവാൻ അങ്ങോട്ട് നോക്കിയില്ലേ, നോക്കിയപ്പോഴേക്കും ഭഗവാന്റെ നോട്ടമാകുന്ന ടോണിക് കുടിച്ചത് ഇയാൾക്ക് ചെറുപ്പായി. പിബന്തോക്ഷേർ മുകുന്ദസ്യ മുഖാംബുജസുധാംബുഹു. ഭഗവാന്റെ കാരുണ്യമാകുന്ന നോട്ടം നല്ലോണം അങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും 125 100 കുറഞ്ഞു, 25. അങ്ങനെ ചെറുപ്പക്കാരനായിട്ട് മാറിയാലും ഈ ഉഗ്രസേനൻ. അച്ഛനും അമ്മയും കാരാഗ്രഹത്തിലാണ്, മോചിപ്പിച്ചു. അച്ഛൻ്റെ അമ്മയുടെയും കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദേവകിയും വസുദേവരും നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അത്ര അടുത്ത് കണ്ടിട്ടില്ല, അത്ര കാലമായി. ആ ഉണ്ടായ സമയത്തൊന്ന് കണ്ടു എന്നല്ലാതെ. ദേവകി ഓടി ചെന്ന് വിളിക്കുകയാണ്, അമ്മയൊന്ന് വിളിക്കൂ കൃഷ്ണ കേൾക്കട്ടെ. ഇതുവരെ വിളിച്ചില്ലല്ലോ, അമ്മയൊന്ന് വിളിക്കോ കേൾക്കട്ടെ. ഓടി വരുന്നു, എഴുത്തിലാടിക്കുന്നു. അപ്പോഴേക്കും വസുദേവർ ഓടിച്ചെന്ന് നന്ദരെ കെട്ടിപ്പിടിക്കുകയാണ്. എന്ത് തരണം ഞാൻ അങ്ങേക്ക് ഇതിന് പകരമായിട്ട്, ഇത്രയും കാലം എൻ്റെ ഉണ്ണിയെ നോക്കി ഇപ്പൊ തിരിച്ചു തന്നില്ലേ. നന്ദര ഉള്ളിൽ പറഞ്ഞിട്ട് തന്നിട്ടില്ല, അടുത്ത് കൊണ്ടുപോവാണ്. ആര് തന്നു, ഇപ്പോഴേ ഇയാൾക്ക് മനസ്സിലാവണമെന്ന് തൻ്റെ ഉണ്ണിയല്ല എന്നുള്ളതേ. ലേശൊക്കെ മനസ്സിലായി, ഇപ്പൊ ഉറപ്പായി തൻ്റെ ഉണ്ണിയല്ല, നന്ദരുടെ ഉണ്ണി, വസുദേവരുടെ ഉണ്ണി അപ്പോഴല്ലേ അറിയണത്. ഇതിന് പകരം ഞാൻ എന്ത് തരുവങ്ങേക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ണടച്ചങ്ങനെ ഇരുന്നു. എന്ത് പറയാൻ. കൃഷ്ണനോടി വന്ന് പറഞ്ഞു, അച്ഛാ ഇനി ഇവിടെ നിൽക്കണ്ട, നന്ദരോട് പറയാ, വേഗം ചെല്ലി, അവിടെ അമ്മ ആകെ വിഷമിച്ചിരിക്കുവോ. ഈ വാർത്തയെ കേട്ട അമ്മയ്ക്ക് വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ അച്ഛൻ വേണം സമാധാനിപ്പിക്കാൻ. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും, അങ്ങനെയൊക്കെ ആ കഥ എന്നൊക്കെ അറിയുമ്പോഴേ, കൃഷ്ണൻ എൻ്റെ ഉണ്ണിയല്ല എന്നൊക്കെ അറിയുമ്പോൾ. അപ്പൊ അച്ഛൻ വേണം സമാധാനിപ്പിക്കാൻ എന്ന് പറഞ്ഞ സമയത്ത് നന്ദർ ചോദിക്കുക, അത് ശരിയാണ്, യശോദയെ സമാധാനിപ്പിക്കുക, എൻ്റെ കാര്യമോ, എന്നെ ആരാ സമാധാനിപ്പിക്കുക, അതാണ് അയാളുടെ വിഷമം. ഏതായാലും നന്ദര തിരിച്ചു പോണു, ഗോപന്മാർ കൂടെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴുള്ള സന്തോഷമൊന്നും അവർക്കില്ല, കാരണം അങ്ങോട്ട് പോകുമ്പോൾ കൃഷ്ണനും കൂടെ ഉണ്ടാവുന്ന വിചാരിച്ചത്. രാമൻ ഇവിടെ നിൽക്കും, കാരണം രാമൻ ഇവിടുത്തെ ആളാണ്. കൃഷ്ണൻ നമ്മുടെ നന്ദരുടെ ഉണ്ണിയല്ലേ, അങ്ങോട്ട് തന്നെ വരുമല്ലോ എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞപ്പം നന്ദർക്കും ഗോപന്മാർക്കും ഗോപകൂട്ടർക്കൊക്കെ വിഷമം. അവർ തിരിച്ചുപോയി. ഇവിടെ കൃഷ്ണനും രാമനും സുഖമായിട്ട് കഴിയുകയാണ്. വസുദേവർക്കും ദേവയ്ക്കും വലിയ ആനന്ദം, കുട്ടികളെ തിരിച്ചു കിട്ടിയില്ലേ. രോഹിണി ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ ആലോചിച്ചു, ഈ രണ്ട് ഉണ്ണികൾക്ക് പഠിപ്പൊന്നും ഉണ്ടായിട്ടില്ല. അവർ പശുവിനെ നോക്കാൻ പഠിച്ചു എന്നല്ലാതെ സ്കൂളൊന്നും പോയില്ല. അങ്ങനെയേ പറ്റൂ, സ്കൂളിൽ പോകണ്ടേ. അങ്ങനെ ഉപനയനം കഴിപ്പിച്ചു. സാന്ദീപിനി ഗുരുനാഥന്റെ അടുത്തേക്ക് ഗുരുകുലത്തിലേക്ക് വിട്ടു. 64 ദിവസം ഉണ്ടായുള്ളൂ. 64 ദിവസങ്ങളെ കൊണ്ട് 64 കലകൾ വാരി പഠിച്ചു. ഭഗവാൻ പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സാന്ദീപിന് പഠിച്ചതൊക്കെ ശരിയല്ലെന്ന് നോക്കി. എന്താണ് അല്ലാതെ ഭഗവാൻ എന്ത് പഠിക്കാനാ? അഖില കലാതി ഗുരുഹു, ഭഗവാന്റെ പേരാണല്ലോ. എല്ലാ കലകളുടെയും ഗുരുവാണ് ആര്? ഭഗവാൻ. ആ ഭഗവാന്റെ മുന്നിൽ സാന്ദീപനി താൻ പഠിച്ചതൊക്കെ ഒന്ന് ചൊല്ലി കേൾപ്പിച്ചു. ആണ് പഠിപ്പിക്കുക എന്നുള്ള വ്യാജത്തിൽ ചൊല്ലി കേൾപ്പിച്ചു. ഭഗവാൻ അതന്നെ ശരിയാ, ശരിയാ, അത് ശരിയാ എന്ന് പറഞ്ഞ അതൊക്കെ അദ്ദേഹത്തിന് അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ എന്തേ ഉണ്ടായില്ല. എന്തായാലും അങ്ങനെ 64 ദിവസങ്ങളെ കൊണ്ട് 64 കലകളും പഠിച്ചു. അവിടെ വെച്ച് തനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയതാണ് സുധാമാവ്. അദ്ദേഹം ദരിദ്രനാണ്, എന്നോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പഠിപ്പ് പൂർണ്ണമാവണം വെച്ചാൽ ദക്ഷിണ കൊടുക്കണം എന്നാ പറയാ. ദക്ഷിണങ്ങൾ കൊടുത്താലേ ഈ വിദ്യ പൂർണ്ണമാവുള്ളൂ. തനിക്ക് കൊടുക്കാനൊരു സംഗതി കയ്യിലില്ല. അപ്പൊ പിന്നെ അവിടെ അങ്ങനെ സഹായിച്ച് വെള്ളം കോരി അവിടെ വർക്കൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെ 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 അവിടെ ഗുരുകുലത്തിൽ കഴിയാണ്. പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യും, പോവാൻ വയ്യ. അപ്പോഴാണ് രാജാവിന്റെ മക്കള് പഠിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് മാറിയിരിക്കുക. ഈ വേണ്ട, രാജാവിന്റെ മക്കളല്ലേ, ഇപ്പൊ ദരിദ്രനായിട്ടുള്ള ഞാൻ ഇനി അവിടെ ഇരുന്നൊന്നും വേണ്ട കരുതി അദ്ദേഹം അപ്പുറത്തെ ബെഞ്ചിലാ പോയിരിക്കുക. ആ ഭഗവാൻ ഓടിച്ചെന്ന് അയാളെടുത്ത് പോയിരിക്കും. താൻ എന്താ മാറിക്കണോ, ഞാൻ കുറച്ച് ദിവസം ശ്രദ്ധിക്കണം, എന്നെ കാണുമ്പോഴേ താൻ അങ്ങോട്ട് ഓടണു, ഞാൻ തന്നെ വല്ലതും ചെയ്തു, ഇങ്ങോട്ട് പാടമെന്നൊക്കെ പറഞ്ഞു ഭഗവാൻ അദ്ദേഹത്തിന് അടുക്കിരുത്തും. രാമനപ്പുറത്ത് കൃഷ്ണപ്പുറത്ത്. അദ്ദേഹത്തിന് ഉണ്ടാവുന്ന സന്തോഷം. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അങ്ങനെ 64 ദിവസങ്ങളെ കൊണ്ട് പാഠം ഒക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ദക്ഷിണ കൊടുക്കണം. എന്താ ഗുരുനാഥ ദക്ഷിണയായിട്ട് വേണ്ടോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്നും വേണ്ട. ദക്ഷിണയായിട്ട് എന്താ വേണ്ടത്? നിങ്ങളെപ്പോലെ രണ്ടുപേരെ പഠിപ്പിക്കാൻ സാധിക്കുക പറഞ്ഞതിലും വലിയ ഭാഗ്യം വേറെ ഉണ്ടോ എനിക്ക്? ഇനിയിപ്പോ വല്ല പുരാണ ക്വിസ് ഉണ്ടാകുമ്പോൾ ചോദിക്കും, കൃഷ്ണന്റെ ഗുരുനാഥൻ ആരാ? എന്താ പറയാ? സാന്ദീപനി. പോരെ, ഇനിയിപ്പോ എന്താ വേണ്ടു? അതിലപ്പുറം എന്ത് വേണം? ഒന്നും വേണ്ട. അല്ല, അങ്ങനെയല്ല, എന്തെങ്കിലും ഒന്ന് ദക്ഷിണ തരാണ്ട് എങ്ങനെയാ? ഞാൻ തന്നു കഴിഞ്ഞപ്പോ അങ്ങക്ക് ആവശ്യമുള്ളതായില്ലെങ്കിലോ, അങ്ങക്ക് ആവശ്യമുള്ളതായിക്കോട്ടെ കരുതിയിട്ടാ ചോദിച്ചത്. ഇനി അങ്ങേക്കൊന്നും മോഹമില്ലെങ്കിൽ അമ്മയോട് ചോദിക്കും, പത്നിയോട് ചോദിക്കും. അപ്പൊ അദ്ദേഹം പോയി ചോദിച്ചു ഭാര്യയോട്, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ചോദിച്ചു. ഭാര്യ പറഞ്ഞു,
ആഗ്രഹം ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെയൊക്കെ അറിയില്ലേ, നമ്മുടെ മരിച്ചുപോയ ഉണ്ണി എന്താണ് മരിച്ചുപോയവരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടും. ഒരാളോട് മരിച്ചുപോയ ഉണ്ണിയെ വേണമെന്ന് അങ്ങനെ ചോദിക്കാം. അല്ല, അതല്ലാണ്ട് വേറെ ആഗ്രഹമൊന്നും എനിക്കില്ല. എന്തായാലും പറഞ്ഞു നോക്കാം. ഭഗവാൻ എടുത്തു എന്ന് പറഞ്ഞതേ, ഞങ്ങളുടെ ഒരു ഉണ്ണി പണ്ട് പ്രഭാസത്തില് മുങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് പാചിന്തേ ഉള്ളൂ. അയാളൊന്നും കിട്ടിയ തിരക്കടില്ല എന്നല്ലാതെ പറ്റുമെങ്കിൽ അങ്ങനെ ആയാൽ ഭഗവാൻ മൂളി എങ്ങോട്ട് പോയി? നേരെ യമന്റെ അടുത്തേക്ക് പോയി. യമന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, യമ, എൻ്റെ ഗുരുനാഥന്റെ മകൻ കുറച്ചു കാലം മുന്നേ മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാള് തിരിച്ചു തരണം. യമൻ അകത്ത് പോയിട്ട് മരിച്ചുപോയ ഉണ്ണിയെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. ഭഗവാൻ ആ മരിച്ചുപോയ ഉണ്ണിയും കൊണ്ട് അവിടെ എത്തി. ഗുരുനാഥന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഗുരുനാഥ, ഇത് എന്റെയും ഏട്ടന്റെയും. സുധാമാവ് അവിടെ വെള്ളം കോരി. അയാളെ വിളിച്ചു. അയാളെ അവിടെ നിർത്തി. ഞങ്ങളുടെ 3 പേരുടെയും കൂടി ദക്ഷിണയാണ് കേട്ടോ എന്ന് പറഞ്ഞ അങ്ങോട്ട് ആർക്ക് കൊടുത്തു? മരിച്ചുപോയ ഉണ്ണിയെ തന്റെ ഗുരുനാഥന് കൊടുക്കുകയാണ്. സുധാമാവ് ഉണ്ണിയല്ല നോക്കേണ്ടത്. അതൊന്നും അയാൾക്ക് അത്ഭുതമല്ല. മരിച്ചുപോയ ആളെ എത്തിച്ചതൊന്നും സുധാമാവിന് അത്ഭുതമായിട്ട് തോന്നിയില്ല. സുധാമാവൻ തോന്നിയത് എന്താ വെച്ചാൽ, എന്നെ ഇപ്പൊ ഇതിനെ ഇങ്ങോട്ട് കൂട്ടി, ഞാൻ അന്വേഷിച്ചു പോയിട്ടൊന്നുമില്ല, എന്നെയും കൂടി കൂട്ടി എന്റെ ദക്ഷിണ എന്തിനെ ഇപ്പൊ ഇങ്ങനെ കൃഷ്ണൻ ചെയ്തു? ആ കൃഷ്ണന്റെ മനസ്സ്, ആ ഭാവം ഭക്തനെ താൻ ഒരിക്കലും മറക്കില്ല എന്ന് കാണിച്ചതാണ്. അത് കണ്ട് സുധാമാവ് ഉറപ്പിച്ചു, ഇനി ഇയാളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ആ ഗുരുനാഥനുണ്ടായ സന്തോഷം മരിച്ചുപോയ ഉണ്ണിയാ കിട്ടിയത്. എന്താ ഇപ്പം ഇതിനെ അനുഗ്രഹിക്കേണ്ടത്? എങ്ങനെ കുട്ടികളെ അനുഗ്രഹിക്കുക? ഛന്ദാംശയാതയാമാനി ഭവന്ത്വിഹ പരത്രച. ഒന്നേ കുട്ടികളെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പഠിപ്പിച്ചത് എന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവട്ടെ. എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സാഹചര്യം എന്തോ ആവട്ടെ, പക്ഷെ എപ്പോഴും സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ ആരനുഗ്രഹിച്ചു? ആ ഗുരുനാഥൻ അനുഗ്രഹിച്ചു. അങ്ങനെ പഠിപ്പ് കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു വന്നു. അവിടെ കൊട്ടാരത്തിൽ ഇപ്പം ഉഗ്രസേനാണ് രാജാവെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. അവിടുത്തെ മന്ത്രിയാണ് ഉദ്ധവൻ. ഭഗവാന്റെ കൂട്ടുകാരനാണ്, ഭഗവാന്റെ സ്വന്തം ആളാണ്, ഭഗവാന്റെ വലിയ ഭക്തനാണ്, നല്ല ബുദ്ധിയുള്ള ആളാണ്. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദയിതസഖാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമാ. നല്ല ബുദ്ധിയുള്ള ആളാ. ബൃഹസ്പതിയുടെ ശിഷ്യനാ. ബൃഹസ്പതി ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ഈ ഉദ്ധവൻ. നല്ല ബുദ്ധിയുണ്ട്, നല്ല ഭക്തിയുണ്ട്, ഭഗവാന്റെ വലിയ കൂട്ടുകാരനാണ്. അവസാന കാലത്ത് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? അർജുന. ഉദ്ധവനാണ് ഈ അവസാനം ആ മെതിയടി കൊടുത്തിട്ട് ഉദ്ധവരത് ശിരസിൽ വെച്ച് ബദരികാശ്രമത്തിലേക്ക് പോയി ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകേണ്ടായത്. ആ ഉദ്ധവര് ഭഗവാനെന്ന് കണ്ണനയ്ക്ക് അതിന്റെ അർത്ഥം ഉദ്ധവർക്ക് അറിയാം. ഭഗവാന്റെ മുഖം ഒന്ന് വാടിയാൽ എന്തെന്നുള്ളത് ആർക്ക് മനസ്സിലാവും? ഉദ്ധവർക്ക് മനസ്സിലാവും. ഉദ്ധവരടുത്ത് വന്ന് ചോദിച്ചു, കൃഷ്ണ കുറച്ച് ശ്രദ്ധിക്കണം, എന്താ പ്രശ്നം? എന്താ ഒരു മൂഡ് ഓഫ്? എന്താ എങ്ങനെ ഇരിക്കണത്? എന്താ? ഒന്നുമില്ല. അല്ല, അതൊന്നുമില്ല, വെറുതെ പറയണ്ട, എനിക്ക് മനസ്സിലാവില്ലേ? ഇങ്ങനെ മാറിയിടുന്ന എന്താ കാര്യം എനിക്ക് മനസ്സിലാവില്ലേ? തനിക്ക് മനസ്സിലാവുമെങ്കിൽ താൻ പറയും, എന്താ കാര്യം? ഞാൻ അങ്ങനെ ഇരിക്കണത് എന്തുകൊണ്ടാ? പറയും. ഞാൻ പറയട്ടെ? പറഞ്ഞോളാം, അങ്ങ് പറയും, എന്താ കാര്യം? വൃന്ദാവനത്തെ ഓർത്തിട്ടല്ലേ? അവിടുത്തെ ഗോപികമാരെ ഓർത്തിട്ടല്ലേ? അവിടുത്തെ അമ്മ യശോദ, നന്ദഗോപര്, അവിടുത്തെ പശുക്കുട്ടികളുടെ കാര്യം, ഗോപന്മാര്, ഇതൊക്കെയല്ലേ? അതെ. കൃഷ്ണ ഒരു കാര്യം ചെയ്യൂ, അങ്ങോട്ട് പോയിക്കോളൂ. എവിടേക്ക്? വൃന്ദാവനത്തേക്ക് പോവുക. അപ്പൊ ഇവിടുത്തെ കാര്യമോ? ഇവിടെ കാര്യം ഞാൻ നോക്കിക്കോളാം, മന്ത്രിയല്ലേ. നല്ലൊരു മന്ത്രി ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കാൻ എന്താ ബുദ്ധിമുട്ട്? നീ പോയിക്കോളൂ. ഒരു 3 മാസം അവിടെ നിൽക്കുക. എവിടെ? വൃന്ദാവനത്തിൽ. എന്നിട്ട് ഗോപികമാരെയൊക്കെ സമാധാനിപ്പിക്കുക, എന്നിട്ട് തിരിച്ചു വരിക. ശരി തന്നെ, നല്ല കാര്യം. ഉദ്ധവ, ഞാൻ 3 മാസം അവിടെ പോയിട്ട് അവരെയൊക്കെ ഉപദേശിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവര് വീണ്ടും കരയില്ലേ? അപ്പോഴോ? അപ്പൊ പിന്നെ ഒരു 3 മാസം അവിടെ പോയി നിൽക്കുക, എന്നിട്ടോ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ അവര് വീണ്ടും കരയും. അപ്പോഴോ? പിന്നെ അവിടെ പോയി. അങ്ങനെ പറ്റുമോ? അതെങ്ങനെയാ ശരിയാവുക? അവരുടെ ദുഃഖം തീർക്കണ്ടേ പൂർണ്ണമായിട്ട്? ഇനി ദുഃഖം ഉണ്ടാവരുത്, ആ ഭാഗത്തിന് തീർക്കണ്ടേ? അതിനെന്താ വഴി? അതിനൊറ്റ വഴിയുള്ളൂ കൃഷ്ണ. എന്താ അത്? ആത്മജ്ഞാനം. ദുഃഖം നീങ്ങണമെങ്കിൽ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. തൽക്കാലം നീങ്ങാൻ എന്തെങ്കിലും കുടിച്ചാൽ മതി, എന്തെങ്കിലും കഴിച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ ഉറക്കഗുളിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയാൽ ചിലപ്പം ഉണർന്നാൽ വീണ്ടും ദുഃഖം വരും. ആത്യന്തികമായിട്ട് ദുഃഖം തീരണമെങ്കിൽ ആത്മജ്ഞാനം. അങ്ങനെയാണെങ്കിൽ ഉദ്ധവ, ഞാൻ അവിടെ നിൽക്കണില്ല, താൻ പോയി നിൽക്കും ഒരു 3 മാസം. എന്നിട്ട് എന്ത് ചെയ്യുക? താൻ ആ ജ്ഞാനം അവർക്ക് അങ്ങോട്ട് ഉപദേശിക്കുക. താൻ വലിയ അറിവുള്ള ആളല്ലേ, ചെല്ലു, എന്നാൽ അവർക്ക് പിന്നെ ദുഃഖം ഉണ്ടാവില്ല. ശരി എന്ന് പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അവര് സാധാരണ സ്ത്രീകളൊന്നും അല്ലേ. അവരുടെ മനസ്സും എന്റെ മനസ്സും രണ്ടല്ല. അവരെനിക്ക് വേണ്ടി ജീവിക്കുന്നവരാ. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒന്ന് കരുതണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറയണിട്ടു എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു സന്ദേശം അയച്ചു കൊടുത്തു. അതുമായിട്ട് അദ്ദേഹം ഉദ്ധവര് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. വൃന്ദാവനത്തിലെത്തി നന്ദഗോപുരം അദ്ദേഹത്തെ സ്വീകരിച്ചു. ഒരു നിമിഷം കൃഷ്ണനാണെന്ന് ശങ്കിച്ചു.
അതേ വേഷമാണ്. കൃഷ്ണൻ എന്താ ഉടുക്കച്ച അതേപോലെ തന്നെ, അതേ വസ്ത്രം, അതേ ശൈലി, അതേ രീതിയിൽ. ഭഗവാൻ എങ്ങനെയാ വേഷ്ടി തോളിടച്ച അതുപോലെ തന്നെ. ഭഗവാൻ ഉടുത്തതിന്റെ അത് കഴിഞ്ഞാൽ ഭഗവാൻ പുതിയൊന്ന് കിട്ടിയത് ഒഴിവാക്കല്ലോ, ആരെടുക്കത്? അത് ഉദ്ധവരെടുക്കും. ഭഗവാന്റെ പ്രസാദം കഴിച്ചും കൊണ്ട് ഭഗവാൻ കഴിച്ച അതിന്റെ ബാക്കി ആര് പോയി കഴിക്കും? ഉദ്ധവര് കഴിക്കും. ഭഗവാൻ കുറി തൊട്ടാ ബാക്കി കുറി ആര് പോയി എടുക്കും? ഉദ്ധവര് കഴിഞ്ഞിട്ടും കൊടുക്കും. ആ ഗോപിക്കുറി ഉദ്ധവര് തൊട്ടും. ഇങ്ങനെ ഉച്ഛിഷ്ടഭോജിനോദാസ, ഭഗവാന്റെ ആ പ്രസാദം കഴിച്ച് ഭക്തൻ ആരെ പോലെ ആയിട്ടുണ്ട്? കണ്ടമാറിപ്പോ ശ്രീവത്സം എന്നില്ലാന്നേ ഉള്ളൂ, ശ്രീവത്സം മാർഗില്ലാന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏറെക്കുറെ കൃഷ്ണനെ പോലെ തന്നെയാണ് യുദ്ധവൻ. ഒരു നിമിഷം നന്ദഗോപരെ ശങ്കിച്ചു കൃഷ്ണനാണോ എന്ന്. പിന്നെ മനസ്സിലായി അല്ല, കൃഷ്ണൻ പറഞ്ഞയച്ചു വരികയാണ്. കൃഷ്ണനെ പോലെ തന്നെ കണക്കാക്കി. കൃഷ്ണൻ പറഞ്ഞയച്ചു വരുന്ന ആളല്ലേ, കൂട്ടുകാരനല്ലേ കൃഷ്ണന്റെ. സ്വീകരിച്ചിരുത്തി ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവ ഒന്നും പറയണ്ട, ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങോട്ട് ചിരിക്കാനൊന്നും പറ്റണില്ല. കൃഷ്ണനൊക്കെ ഉള്ളപ്പൊക്കെ രസമായിരുന്നു, പക്ഷെ ഇപ്പൊ കൃഷ്ണൻ പോയതിനു ശേഷം ചിരിയൊന്നും കളിയൊന്നുമില്ല. ഇവിടെ ഗോപന്മാരൊന്നും ഇപ്പൊ കാണാറുമില്ല. കൃഷ്ണനൊക്കെ ഉള്ളപ്പോൾ എന്തായിരുന്നു കഥ? ഇവിടെ ആകെ ആളും ബഹളും എല്ലാമായിരുന്നല്ലോ. എന്റെ കാര്യമൊക്കെ പോട്ടെ, ഈ യശോദര കാര്യം ഇരിക്കുമ്പോഴെ സങ്കടം. ഇവളിപ്പം വിചാരിച്ചത് എന്താ വെച്ചാൽ കൃഷ്ണനെ അന്ന് ആ ഒരല് പിടിച്ച് കെട്ടിയോണ്ടാണ് കൃഷ്ണൻ പോയതെന്ന്. എന്താണ് ആ കെട്ടിട്ടോണ്ട് പണങ്ങി പോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. എനിക്കിപ്പം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, പണ്ടത്തെ പോലെയല്ല. ഒന്ന് കുളിക്കാനായിട്ട് കാളിന്തി പോയ കാളിയെ നർത്തനം ഓർമ്മ വരും. ഇപ്പൊ ഞാൻ കുളത്ത് പോയി കുളിക്കാറില്ല, ആ നദിയിൽ പോയി കുളിക്കാറില്ല. എവിടെയാ? കുളിമുറിയില്ല. ഒന്ന് ഊണഴിക്കാനായിട്ട് പുറപ്പെട്ടാലോ, ഭഗവാനും വന്നിട്ടേ കൃഷ്ണൻ വന്ന് മുട്ടുകുത്തുന്ന അച്ഛാ ആദ്യത്തുള്ള കൃഷ്ണനല്ലേ എന്ന് പറഞ്ഞ വായ തുറക്കുന്നത് ഓർമ്മ വരും. അപ്പൊ ഊണഴിക്കാറുമില്ല. എന്നാൽ തേവാരത്തിന് ഒരുങ്ങിയാൽ ഒന്ന് നമസ്കരിക്കാൻ വിചാരിച്ചാൽ നമസ്കരിക്കുമ്പോൾ കൃഷ്ണൻ പുറത്ത് കയറിയിട്ട് ആന കളിക്കുക എന്ന് പറയുന്നത് ഓർമ്മ വരില്ല. എന്ത് ചെയ്യാൻ ഒരുങ്ങിയാലും കൃഷ്ണൻ അങ്ങോട്ട് ഓർമ്മ വരിക കേട്ടോ. ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. എന്നാൽ കൃഷ്ണൻ മറക്കാൻ പറ്റുണ്ടോ? അതുമില്ല. വെറുതെ ഇരുന്നാലും കൃഷ്ണൻ ഓർമ്മ വരും. എന്തപ്പം ചെയ്യുക? അയാളൊന്നും മറന്നു കിട്ടാൻ എന്താ വഴി? ഇവിടെ ഗോപന്മാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്നാ കൃഷ്ണൻ വരിക? ഗോപകുട്ടികളൊക്കെ വന്ന് ചോദിക്കുകയാണേ, നന്ദഗോപരെ എന്നാ അങ്ങയുടെ ഉണ്ണി വരിക? എനിക്ക് പറയാൻ പറ്റും എന്റെ ഉണ്ണിയല്ലാന്ന്. സംഗതി എന്റെ അല്ല. പക്ഷെ അവരൊക്കെ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ എന്താ പറയുന്നത്? എനിക്കറിയോ അയാൾ എന്താ വരിക എന്നുള്ളത്. അങ്ങനെ അറിയോ? എന്താ ഞാൻ ഇപ്പൊ അവരോട് മറുപടി പറയേണ്ടത്? ഇനി അദ്ദേഹം വരുവോ? ഇല്ലേ, നീ വരാൻ ഭാവല്ലേ എന്നൊക്കെ ആ നന്ദഗോപൻ അങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ ബുദ്ധവരെ കണ്ണു നിറയാണ്. ഓ, എന്തൊരു നിഷ്കളങ്ക മനസ്സാ അദ്ദേഹത്തിന്. ഈശ്വര വിചാരമാണ് എപ്പോഴും. ഭഗവാനെ പറ്റി തന്നെ വിചാരിച്ചിട്ട് ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയാ വേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ കർമ്മങ്ങളൊക്കെ താനെ നിൽക്കണം. എല്ലാം നിൽക്കും. എന്തൊക്കെ നിൽക്കും? പൂജ നിൽക്കും, നാമജപം നിൽക്കും, കർമ്മങ്ങളൊക്കെ നിൽക്കും, ജോലിക്ക് പോലെ നിൽക്കും. എങ്ങനെ? ഭഗവാനെ തന്നെ ധ്യാനിച്ചിട്ട്. ഇപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് ബലമായിട്ട് നിർത്തരുത്. നമ്മൾ മുടക്കല്ല, ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഒരു കർമ്മം ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. അങ്ങനെയാ വേണ്ടത്. അത് ഉദ്ധവര് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ബൃഹസ്പതി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഉദ്ധവര് കണ്ടിട്ടൊന്നുമില്ല. ഇത് കാണുമ്പോൾ ഉദ്ധവർക്ക് തോന്നുകയാണ് ഇദ്ദേഹം അതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവം അങ്ങനെയാണ്. യശോദാവർണ്യമാലാനി പുത്രസ്യ ചരിത അനുജാഷണ്ണോന്യശ്രൂണ്യവാസ്രാക്ഷീത് സ്നേഹസ്നുതപയോധര. യശോദ കൂട്ടി കൊണ്ടുപോയിട്ട് ഉദ്ധവരെ കാണിച്ചു കൊടുത്ത ആ വാതിലങ്ങോട്ട് തുറന്നു. പണ്ടടച്ചതാ കൃഷ്ണൻ പോയപ്പം. അതിലുള്ള ആ ഒരല് കണ്ടു. ഈ ഒരലിലാണ് ഞാൻ കൃഷ്ണനെ കെട്ടിട്ടത്. ആ കയറുകൊണ്ടാ കെട്ടിയത്. അത് കണ്ടു ഓടക്കുഴല്, കൃഷ്ണന്റെ ഓടക്കുഴല്. മഞ്ചാടിക്കുരു കണ്ടു, കുന്നിക്കുരൊക്കെ കൃഷ്ണൻ കാട്ടുന്ന് കൊണ്ടു തരണതാ. അമ്മയെ കാട്ടുന്ന് കിട്ടിയതാ പറഞ്ഞ് തരണതാ. അതൊക്കെ ഞാൻ എടുത്തു വെച്ചു. ആ പൊട്ടിയ കലങ്ങൾ കണ്ടു, കൃഷ്ണൻ പൊട്ടിച്ചതാ. അത് വാങ്ങി വെച്ചിട്ടാണ് ഞാൻ പകരം എന്ത് ചെയ്തത്? സ്വർണത്തിന്റെ കലൊക്കെ കൊടുത്തത്. ഉറക്കത്തിൽ പോലും താഴെ വെക്കാറില്ല അദ്ദേഹം കൃഷ്ണൻ ഓടക്കുഴല്. അതുപോലും ഇവിടെ വെച്ചിട്ടാ പോയത്. മറന്നതാണോ, ഇനി ഒഴിവാക്കി പോയതാണോ, ഇനി വരില്ലേ എന്ന് പറഞ്ഞ് ആ യശോദ കരയണത് കാണുമ്പം ഉദ്ധവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം തൊഴുതം കണ്ട് നമസ്കരിച്ചു. അഹോ യൂയമസ്മ പൂർണ്ണാർത്ഥ. ഞാൻ നിങ്ങളെ കുറച്ച് പൂച്ഛിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. കാരണം ഞാൻ വിചാരിച്ചിരുന്നു ഭഗവാൻ എന്തിന് ഇത്രയും സൗകര്യമുള്ള മധുര പട്ടണം വിട്ടിട്ട് ഒരു സൗകര്യവും ഇല്ലാത്ത വൃന്ദാവനത്തിലേക്ക് എന്തിനെ പോയി എന്ന് ഞാൻ പല തവണ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒന്നുമില്ലല്ലോ, പട്ടണമല്ലല്ലോ, കറണ്ടില്ല, വെള്ളമില്ല, ഒന്നുമില്ല. പട്ടണമാകുമ്പോൾ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ, വഴിയുണ്ട്, റോഡുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, വെറുതെ അല്ല. നിങ്ങളുടെ ഈ നിഷ്കളങ്ക മനസ്സ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും വേണമെന്ന് കരുതിയിട്ടായിരിക്കും കൃഷ്ണൻ ആ ജനിച്ച അന്ന് തന്നെ, പിറ്റേന്നാ വന്നില്ല, അന്ന് ആ രാത്രി തന്നെ അങ്ങോട്ട് പോയി. നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ? നല്ലൊരു സമയം കുട്ടികളെ സംബന്ധിച്ചത് കുട്ടിക്കാലല്ലേ. അതൊക്കെ ആസ്വദിക്കാൻ അമ്മേ അച്ഛാ നിങ്ങൾക്കല്ലേ പറ്റിയത്. നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാർ ആരാ ഉള്ളത്? ഒന്ന് നമസ്കരിച്ചോട്ടെ ഞാൻ എന്നും പറഞ്ഞ അദ്ദേഹം തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു ആ അച്ഛനെയും അമ്മയും. കൃഷ്ണൻ നിങ്ങളെപ്പറ്റി മാത്രമാണ് എപ്പോഴും എന്നോട് പറയാറ്. അത് കേട്ടവർക്ക് വലിയ ആശ്വാസമായി. ഒരു കിട്ടുക എന്നെ ഒപ്പം പറഞ്ഞയച്ച് തന്നെ നിങ്ങൾ വന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാ. അവിടെ ലേശം തിരക്കൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞാൽ ആര് വരും?
കൃഷ്ണൻ വന്ന് നിങ്ങളെ കാണും. വലിയ ആശ്വാസമായി. അങ്ങനെ തൽക്കാലം ആ വിഷമമൊക്കെ തീർന്നു. അന്ന് രാത്രി പല വർത്തമാനം പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി ഉദ്ധവര്. പിറ്റേന്ന് രാവിലെ നേരത്തെ എണീക്കണത് ഈ ഗോപികമാരുടെ നാമജപം കേട്ടുകൊണ്ടാണ്. ഗോപികമാർ എന്ത് ചെയ്യുമ്പോഴും നാമം ജപിച്ചുകൊണ്ടാണ് രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞാൽ പിന്നെ അവര് പാല് കറക്കുക കാണിച്ചാൽ പാല് കറക്കണ ശബ്ദമല്ല കേൾക്കുക. പിന്നെയോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വിക്രേതു കാമാഖില ഗോപകന്യാ മുരാരി പാദാർപ്പിത ചിത്തവൃത്തി ദധ്യാധികം മോഹവശാദവോചത് ഗോവിന്ദ ദാമോദര മാധവ ഇതി. അവര് തൈരും പാലും വെണ്ണയും വെക്കണ സമയത്ത് പുറമേക്ക് കേൾക്കണത് എന്താ? തൈര് വേണോ പാല് വേണോ വെണ്ണ വേണോ എന്ന് ചോദിക്കാറില്ല. പിന്നെന്താ ചോദിക്കുക? ഗോവിന്ദ. അവിടെ ഉള്ളവർക്ക് അറിയാം തൈര് വേണോ എന്നാ ചോദിച്ചത്. ദാമോദര പാല് വേണോ, മാധവ വെണ്ണ വേണോ. അവർക്ക് നാമജപേ ഉള്ളൂ. വ്യവഹാരം പോലും നാമം ജപിച്ചുകൊണ്ടാണ്. ഗോവിന്ദ ദാമോദര മാധവേതി. ഇത് കേട്ട ആരെണീറ്റു? ഉദ്ധവർ അങ്ങോട്ട് എണീറ്റു. ഉദ്ധവർ പറയാണ്, കൃഷ്ണ നീ മധുരയിലല്ല ഉള്ളത്, ഇവിടെയുള്ളത്. അല്ല, എവിടെയാണ് നാമജപമുള്ളത്? നാമം എവിടെയുള്ളത് വെച്ചാൽ അവിടെയാണ് ആരിക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. അദ്ദേഹം വേഗം തന്റെ കുളി തേവാരൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് ആരുണ്ട് പുറത്ത്? ഗോപസ്ത്രീകൾ പുറത്തെത്തിയിട്ടുണ്ടേ. രാവിലെ കഴിഞ്ഞാൽ അവരുടെ ഗൃഹകൃത്യങ്ങൾ കഴിഞ്ഞാൽ ആദ്യം വന്ന് നോക്കുക എന്താ? നന്ദഗൃഹത്തിൽ വന്ന് നോക്കും. ആരെത്തിയോ? നമ്മുടെ കൃഷ്ണനെത്തിയോ? അത് നോക്കിയിട്ടുള്ളൂ ബാക്കി ഏർപ്പാട്. ഇപ്പൊ അവിടുത്തെ സമയത്ത് എന്ത് കണ്ടു? സ്വർണ്ണരഥം. അന്ന് അക്രൂര് വന്ന് കൊണ്ടുപോയില്ലേ? അക്രൂരുടെ കയ്യിലുള്ള അതേ രഥം ഇതാ ഇപ്പം. അക്രൂരാഗത കിംവാ ദുഷ്ടൻ. അക്രൂരൻ വീണ്ടും വന്നു. ദുഷ്ടൻ, ഞങ്ങൾ ഇന്ന് കൃഷ്ണനെ കൊണ്ടുപോയിട്ട് ഇയാളിപ്പം എന്തിനാ വന്നത്? കൃഷ്ണൻ പടലില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴാണ് ആര് വന്നത്? ആരിറങ്ങുന്നത്? ആ ഉദ്ധവരങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഗോപിക്കുറിയൊക്കെ തൊട്ട് ആ മഞ്ഞപ്പട്ടൊക്കെ ചാർത്തി ഉദ്ധവരങ്ങോട്ട് വന്നപ്പോ ഒരു നിമിഷം അവരെന്ത് വിചാരിച്ചു? നമ്മുടെ കൃഷ്ണനല്ലേ, നമ്മുടെ കൃഷ്ണൻ വന്നു എന്നും പറഞ്ഞ് ഒരു ഗോപി അങ്ങോട്ട് ഓടി ഉദ്ധവരെടുത്തേക്ക്. അപ്പോഴേക്ക് മറ്റു ഗോപികമാരൊക്കെ ഓടി കൃഷ്ണനെ കാണാൻ ഇവിടെ എത്തിയപ്പോ അടുത്തെത്തിയപ്പോ ആരാ? കൃഷ്ണനല്ല, ഉദ്ധവരാണേ. അടുത്ത് വന്ന് ചോദിച്ചു, താനാരടോ? ശുചിസ്മിത കോയമപീച്ച ദർശന. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കുതശ്ചകസ്യാച്യുത വേഷഭൂഷണ. ഞങ്ങളുടെ അച്യുതന്റെ വേഷം കെട്ടി നടക്കണ താനാരാ? ഉദ്ധവര് പറഞ്ഞു, ഞാൻ ഭഗവാന്റെ സുഹൃത്താണ്, കൂട്ടുകാരനാണ്. ഓ, ഇപ്പം പുതിയ കൂട്ടുകാരൊക്കെ. പണ്ട് ഞങ്ങളെ എന്തു കൃഷ്ണൻ പറയാറ് എന്ത് കൂട്ടുകാരാണ്. അപ്പൊ താനാലേ അവിടുത്തെ കൃഷ്ണന്റെ കൂട്ടുകാരാ. അപ്പൊ തന്നെ ഇവർക്ക് തീരുമാനമായി ഉദ്ധവരെ കാര്യം ഇനി നോക്കാനില്ല. താൻ എന്തിനപ്പോ വന്നത്? ഞങ്ങൾ ഇവിടെ ഇല്ലേ പോയോ നോക്കാൻ വന്നതാണോ? കൃഷ്ണൻ ചിലത് പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയട്ടെ? വേണ്ട വേണ്ട, കൃഷ്ണൻ പറഞ്ഞതൊന്നും താൻ പറയണ്ട. കൃഷ്ണനെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. കൃഷ്ണന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാവും എന്നുള്ളത് അറിയാം. ലോകത്തുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അവനവന്റെ കാര്യമല്ലേ എല്ലാവർക്കും ഉള്ളൂ. വണ്ടുകളൊക്കെ അങ്ങനെയാ. തേൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂവിന്റെ കാര്യം ഒന്നും അന്വേഷിക്കില്ല, അത് പോവും. പഠിപ്പ് കഴിഞ്ഞാൽ ശിഷ്യന്മാരാരെങ്കിലും ഗുരുനാഥന്റെ കാര്യം അന്വേഷിക്കുമോ? അവര് പോവും. ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആചാര്യന്റെ കാര്യം അന്വേഷിക്കുമോ? അവര് പോയി. ബസ് കിട്ടിയോ ഇല്ലേ, അയാൾ വലുത്ത് നിൽക്കുകയാണോ എന്ന് കഴിഞ്ഞു. ലോകത്തിന്റെ കഥയൊക്കെ അത്രയേ ഉള്ളൂ. കാട്ടുതീ വന്നാൽ മൃഗങ്ങളൊക്കെ കാട് വിട്ടു പോവും, കാടിന്റെ കാര്യം അന്വേഷിക്കില്ല. പഴമൊക്കെ തീർന്നാൽ വൃക്ഷം വിട്ട് ആര് പോവും? പക്ഷികൾ പോവും. കാര്യം കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങളെ പറ്റി ഒന്നും ആ കൃഷ്ണൻ ആലോചിക്കണില്ലല്ലോ. ഒന്നും പറയാണ്ട പോയില്ലേ, യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഒരു ഗോപനെ വിട്ടിക്കുക, എന്ത് പറയാനേ? എന്താ കൃഷ്ണന് പറഞ്ഞൂടെ? അയാൾക്കെന്താ ആവില്ലേ? ഞങ്ങളോട് പറഞ്ഞൂടെ അധികം വൈകാതെ വരുന്ന? എന്നിട്ട് ഇപ്പൊ തന്നെ കണ്ട് പറഞ്ഞേച്ചിരിക്ക. നല്ല കഥ. താനൊന്നും പറയണ്ട. ഇങ്ങനെ ഗോപികൾ പരാതി പറയുമ്പം ഈ പരാതി ഒന്നും ഇല്ലാത്തൊരു ഗോപിക അങ്ങനെയുണ്ട്. ഒരു ഗോപിക്ക് ഒരു പരാതിയില്ല. അവൾക്ക് കൃഷ്ണൻ പോയി എന്നുള്ള വിചാരം തന്നെ ഇല്ല. എന്താണ് ഉള്ളിലുണ്ടേ എന്ത് എങ്ങോട്ട് പോകാൻ? ആ രാസാനുഭവം പൂർണ്ണമായി കൊടുത്തത് ആർക്കാണ്? ആ ഗോപികയ്ക്കാണ്. അത്രേ ഭാഗവത്തിൽ പറയുള്ളൂ. ഭാഗവത്തിൽ പേരൊന്നും പറയണില്ല. പക്ഷെ ഭക്തന്മാർ പറയുന്നത് അത് രാധയാണ്. അവക്കൊരു പരാതിയില്ല. അവള് ഭഗവാനെ തന്നെ ധ്യാനിച്ചും കൊണ്ടിരിക്കുകയാണ്. കാജിൻ മധുകരം ദൃഷ്ട്വാ ധ്യായന്തി കൃഷ്ണസംഗമം. കണ്ണടച്ച് പുഞ്ചിരിച്ചും കൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന ആ ഗോപികയുടെ അടുത്തേക്ക് ഒരു വണ്ട് വന്നു. ആ വണ്ട് അവളുടെ കാലിൽ അങ്ങോട്ട് വീണു. അപ്പൊ അവള് കണ്ണു തുറന്നു. ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല. ഇപ്പം കണ്ണു തുറന്നു പറഞ്ഞ അർത്ഥം അത് സാധാരണ വണ്ടല്ല, അത് കൃഷ്ണൻ പറഞ്ഞയച്ചു വരുന്ന വണ്ടായിരിക്കും.
അതോടുകൂടി ഗോപികമാരൊക്കെ പിന്നെ ആ വണ്ടിനെ നോക്കിയിട്ട് ചീത്ത പറയാ. വണ്ടിനെയല്ല, ആരെയാണ്? ഉദ്ധവരെ. കാരണം ഒരു പരിചയമില്ലാത്തൊരു പുരുഷനോട് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടിട്ട് വല്ലാതെ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പം ഉദ്ധവരോട് എന്നുള്ള മട്ടിൽ ആരോട് പറയാണ്? വണ്ടിനോട് പറയാണ്. അതാണ് ഭ്രമരഗീതം. ഭ്രമരം എന്ന് പറഞ്ഞ വണ്ട്. മധുപാകിതവബന്ധോ മാസ്പൃശാംഘ്രിം സപത്ന്യാഹ കുചവിലുളിതമാല കുങ്കുമശ്മശ്രുഭിർന്നഹ. അല്ലയോ വണ്ടേ, നീ എവിടുന്നാ വരുന്നത് മനസ്സിലായി. നീ ആ കള്ളന്റെ കൂട്ടുകാരനല്ലേ? വണ്ടും കൃഷ്ണനും ഉദ്ധവരൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. കൃഷ്ണനും കറുത്തിട്ട്, വണ്ടും കറുത്തിട്ട്, ഉദ്ധവരും കറുത്തിട്ട്, ഒക്കെ അങ്ങനെ തന്നെയാണ്. അവരുടെയൊക്കെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. വണ്ടും അങ്ങനെയാ, തേൻ കുടിച്ചാൽ പിന്നെ പുഷ്പത്തെ മറക്കും. കൃഷ്ണനും അങ്ങനെയാണ്, കാര്യം കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കും. ഇപ്പൊ വൃന്ദാവനം തന്നെ മറന്നു. അച്ഛനെ ഓർമ്മയില്ല, അമ്മയെ ഓർമ്മയില്ല, ആരും കൂട്ടുകാരി ഓർമ്മയില്ല. മധുപാ കിതവബന്ധോ, നീ ആ കള്ളന്റെ കൂട്ടുകാരനല്ലേ? വണ്ടേ. വണ്ടിനോടല്ല, ആരോടാ? ഉദ്ധവനോടാണ്. ഉദ്ധവൻ എന്തോ പറയാൻ പുറപ്പെട്ടു. നീ മൂളത് ഇപ്പൊ എന്താ മനസ്സിലായി? കൃഷ്ണനെ പറ്റി പറയാൻ പുറപ്പെടുകയല്ലേ? ഞങ്ങൾക്ക് കേൾക്കണ്ട. കൃഷ്ണൻ എന്നല്ല, വിഷ്ണു ഭഗവാനെ പറ്റി തന്നെ കേൾക്കണ്ട. കള്ളനാണ്, അയാൾ ചെയ്യുന്നതൊക്കെ അപകടമാണ്. വിഷ്ണു ഭഗവാന്റെ ഏതവതാരം നല്ലതുള്ളത്? രാമനായിട്ട് വന്നു, നിരബദ്ധയുണ്ടായി. മര്യാദ പുരുഷോത്തമനാണ് അത്രേ രാമനും. ഭക്തന്മാരങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടാവും. അദ്ദേഹം ചെയ്ത ഏർപ്പാടെന്താ? അദ്ദേഹം കാട്ടിക്ക് പോയ ഒറ്റയ്ക്ക് പോയാൽ പോരെ, ഭാര്യയും കൂട്ടി പോകണം. ഭാര്യയെ കൂട്ടി പോയാൽ എന്ത് ചെയ്യണം? ഭാര്യയെ നോക്കണം. ഭാര്യയെ നോക്കാണ്ട മാന്റും മയിലിന്റെ ഒക്കെ പിന്നാലെ അങ്ങോട്ട് പോയി. എന്തുണ്ടായി? പിന്നെ പറയണ്ടല്ലോ, രാവണൻ വന്നാരെ കൊണ്ടുപോയി? സീതയെ കൊണ്ടുപോയി. രാവണൻ സീതയെ കൊണ്ടായാൽ ആരെ കൊല്ലണം? രാവണനെ കൊല്ലണം. അതല്ലാണ്ട് ആ കേസിലൊന്നും പ്രതിയല്ലാത്ത ഒരു മിണ്ടാപ്രാണി, ഒരു കൊരങ്ങനെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്ത് കൊന്നു. അതൊക്കെ പോട്ടെ. ഒരു പെൺകുട്ടി, പാവം പെൺകുട്ടി, രാമനെ ഇഷ്ടപ്പെട്ടിട്ടേ പ്രണയാഭ്യർത്ഥന നടത്തി. എന്നെ വിവാഹം കഴിക്കുമോ ചോദിച്ചു. പാവം പെൺകുട്ടി. അതെ, പാവം പെൺകുട്ടി, ചോർപ്പണ പാവം പെൺകുട്ടി. അവർക്കൊക്കെ അവരുടെ വ്യാഖ്യാനം കേട്ടോ. അതാണ് അവർക്ക് കൃഷ്ണനോടുള്ള ആ ഭക്തിയാണ്. അത് ദേഷ്യമായിട്ട് ഇങ്ങനെ പുറമേക്ക് വരുമ്പോൾ എനിക്കായി മാറുകയാണ്. എന്നാ അവള് ഇഷ്ടാന്ന് പറഞ്ഞാ ഇഷ്ടല്ലെങ്കിൽ ഇഷ്ടല്ല പറഞ്ഞാ പോരെ. എന്നിട്ട് വേറെ ആരും കല്യാണം കഴിക്കില്ല, ആ പാകത്തിനാക്കി വിട്ടു. സ്ത്രീയമകൃത വിരൂപ സ്ത്രീജിത കാമയാന. അതൊക്കെ ഇരിക്കട്ടെ. ചിലര് പറയും അത് ക്ഷത്രിയനാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, രാമനാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരി, ഇയാൾ ബ്രാഹ്മണനായിട്ട് വന്നല്ലോ, അപ്പൊ സാത്വികനാവണ്ടേ? ബ്രാഹ്മണനായിട്ട് വന്നു, വാമനായിട്ട് കശ്യപന്റെയും അതിഥിയുടെയും മകനായിട്ട് വന്നില്ലേ? പാവം ബലി എന്ത് വിചാരിച്ചു? 3 അരി കൊടുത്തിട്ടുമല്ലേ പറഞ്ഞു വിടാമെന്ന് കരുതി എടുത്തോളൂ പറഞ്ഞു. എന്ത് ചെയ്തു? ബലി വിചാരിച്ചു അയാളെ തന്നെ പിടിച്ചു വിടുമെന്ന്. ബലിമപി ബലിമത്വാവേഷ്ടയധ്വാംക്ഷവദ്യ തദലം. മതി, ആ ബലിയെ തന്നെ പിടിച്ചു വിഴുങ്ങി. ബലിയെ പേര് പോലെ തന്നെയാക്കി, ബലിയാക്കി മാറ്റി. അതല്ലേ ഉണ്ടായത്. ആ കള്ളന്റെ കഥ ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇവന്റെ കഥയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരു ലഹരിയാണ്. യദനുചരിതലീലാകർണപീയൂഷ വിപ്രുട്സകൃതന വിധൂതദ്വന്ദ്വധർമാ വിനഷ്ടാ സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീനാവൈഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി. കൃഷ്ണ കഥകൾ കേട്ടാലുള്ള പ്രശ്നം പറയാണ്. അതുകൊണ്ട് കഥ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലാണ്ട് കേൾക്കണ്ട. കേട്ടാ എന്താ കുഴപ്പം? കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒക്കെ മറക്കും. വീട് മറക്കും, ഭർത്താവിനെ മറന്നു, അങ്ങനെയൊക്കെയായ ബുദ്ധിമുട്ടല്ലേ. മക്കളെ കാര്യം മറന്നു, ജോലി മറന്നു, ഒക്കെ അങ്ങോട്ട് മറന്ന് യദനുചരിത ലീലാകർണ പീയൂഷ വിപ്രുട്. ഭഗവാൻ മാത്രം അകത്ത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ കാവ്യ എടുത്ത് ഭിക്ഷ യാചിച്ചു വല്ല ഹിമാലയത്തിലേക്കോ. മതി, ഇനി ഒന്നും നേടാനില്ല, ഒന്നും നേടാനില്ല. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എന്തോ നേടാനുണ്ട്, എന്തോ നേടാനുണ്ട് എന്നാണ്. ഭഗവാൻ അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ ഇനിയൊന്നും ഇവിടെ നേടാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് സഞ്ചരിക്കും. അതുകൊണ്ട് ഇവന്റെ കഥ കേൾക്കണ്ട. ശരിക്കും അവർ പറയണത് എന്താ? ഇവിടെ കേൾക്കേണ്ടത് ഒരാളുടെ കഥ മാത്രമാണ്. ഇങ്ങനെയാണ് ആവേണ്ടത്. എന്ത്? ഒന്നും വേണ്ടാത്ത അവസ്ഥ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയാലും ആർത്തി തീരണില്ല. ഭഗവാന്റെ കഥ കേട്ട ഒരാളെ സംബന്ധിച്ച് പിന്നെ അയാൾക്ക് എന്ത് വേണ്ട? ഒന്നും ആവശ്യമില്ല. പരീക്ഷത്തിനെ പോലെ എന്ത് മാത്രം മതി? ഈശ്വരനെ മാത്രമേ വേണ്ടൂ, ഈശ്വര കഥകൾ മാത്രം, വേറൊന്നും വേണ്ട. അതുകൊണ്ട് ഉദ്ധവ എന്താ അങ്ങനെ മടിച്ചിരിക്കണു? ആ ഭഗവാനെ പറ്റി പറയൂ. അങ്ങാണോ ഒപ്പം ആ കൃഷ്ണന്റെ കൂട്ടുകാരൻ? പ്രിയ സഖ, പ്രിയപ്പെട്ട കൂട്ടുകാരാ. കുറച്ചങ്ങോട്ട് ഉള്ളിലുള്ള ആ വിഷമം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവരുടെ ആ ദുഃഖം കുറെ കുറഞ്ഞു. പിന്നെ അവർ നല്ല വർത്തമാനം പറയണം. താനാണ് ഇപ്പം കൈങ്കര്യം ചെയ്യണത് അല്ലേ? കൃഷ്ണന് വേഷ്ടി തോളിലിട്ട് കൊടുക്കണത് അങ്ങ, മുടി മാടി കൊടുക്കണത് അങ്ങ, പീലി ചാർത്തണത് അങ്ങാണോ? പണ്ട് ഞങ്ങളായിരുന്നു അതൊക്കെ. കൃഷ്ണൻ പറയാറുണ്ടോ തമാശക്കെങ്കിലും,
ഞങ്ങളായിരുന്നു. അവിടെ കുറച്ച് വൃന്ദാവനത്തിൽ കുറച്ച് വിവരമില്ലാത്ത പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരായിരുന്നു ഉദ്ധവ അവിടെ എനിക്കിങ്ങനെ തലയിൽ ഇങ്ങനെ പീലിയൊക്കെ ചാർത്തി തരാറ് എന്നെങ്കിലും അങ്ങനെ പരിഹസിച്ചിട്ടാണെങ്കിലും ഞങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ടോ? ഉദ്ധവർ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. കൃഷ്ണന് നിങ്ങളെ പറ്റി പറയുമ്പോൾ എണീറ്റ് നിന്നിട്ടാ പറയാ. ബഹുമാനം, ഭഗവസ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ ഭാവം. നിങ്ങൾ അങ്ങനെ പറയരുതേ, ഭഗവാൻ നിങ്ങളെ പറ്റിയേ പറയാറുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു പുഷ്പം ഒന്ന് പൊട്ടിച്ചു കൊണ്ടു കൊടുത്താൽ കൃഷ്ണൻ പറയും, ഉദ്ധവ ഇങ്ങനെ തന്നെയാ ഗോപികളും, എന്തെങ്കിലും നല്ലത് കണ്ടാൽ അടുത്തേക്ക് കൊണ്ടുതരും. എന്തെങ്കിലും ഒരു തമാശ ഉദ്ധവർ പറഞ്ഞാൽ ഉടനെ ഭഗവാൻ പറയും, ഉദ്ധവ ഇങ്ങനെ തന്നെയാ ഗോപികളും, ഇതേ തമാശ ഗോപികളും പറയാ. ഞാൻ എന്ത് ചെയ്താലും കൃഷ്ണൻ എന്നെയല്ല പറയാ, പിന്നെ ആരെയാ പറയുന്നത്? ഇങ്ങനെ തന്നെയാ ഗോപികളും, ഇങ്ങനെ തന്നെയാ ഗോപികളും. എപ്പോഴും ഭഗവാൻ പറയാറ് നിങ്ങളെ പറ്റി മാത്രമാണ്. അത് കേട്ടപ്പോൾ തന്നെ അവരുടെ സങ്കടമൊക്കെ തീർന്നു. ഉദ്ധവരോട് പറഞ്ഞു, മതി, ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണമെന്നില്ല. അതിലപ്പുറം എന്താ വേണ്ടത്? ഭഗവാൻ ഞങ്ങളെ മനസ്സിൽ വെക്കുന്നുണ്ടല്ലോ, അതിലപ്പുറം എന്താ വേണ്ടത്? ഇനി അങ്ങേക്ക് ഞങ്ങൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് വൃന്ദാവന ഭൂമി, അതാണ് ഗോവർദ്ധന പർവ്വതം. ഈ ഗോവർദ്ധന പർവ്വതമാണ് ഭഗവാനെ 7 ദിവസം ചെറുവിരലിൽ വെച്ച് പൊന്തിച്ചു തന്നത്. അതാണ് കാളിന്തി നദി. ഇവിടെയാണ് ഭഗവാൻ ആ 1000 ഫണങ്ങളുള്ള കാളിയന്റെ പുറത്ത് നൃത്തം വെച്ചത് എന്നൊക്കെ പറയുമ്പം ബുദ്ധവരിതൊക്കെ കേട്ടിട്ടുണ്ട്. കാണാൻ തരായില്ലാനുള്ള വിഷമുണ്ട്. ഏത് തീർന്നു ഇപ്പം? കണ്ടത്ര നന്നാവില്ല. അതിൽ നന്നായിട്ടാണ് ആര് വർണ്ണിക്കണത്? ഗോപികൾ വർണ്ണിക്കണതേ. വർണ്ണിക്കുമ്പോഴും ഉദ്ധവർ അവരുടെ ഭാവ നോക്കണത്. ഉദ്ധവരിങ്ങനെ നോക്കുമ്പം ഗോപസ്ത്രീകൾക്ക് രോമാഞ്ചം, ഭഗവാനെ പറ്റി പറയുമ്പോൾ ആനന്ദ കണ്ണീര്, അവരുടെ ഭാവം ഒക്കെ കണ്ട സമയത്ത് ഉദ്ധവർക്ക് തോന്നുകയാണ്, ഇവിടെ വെറുതെ അല്ല ഭഗവാൻ എന്നെ പറഞ്ഞയച്ചത് ഇവരുടെ അടുത്തേക്ക്. എൻ്റെ ഉള്ളിലുള്ള ജ്ഞാനം ഇവരിൽ എത്തിക്കാനൊന്നുമല്ല, ഇവരുടെ ഈ ഭാവം ആര് കാണട്ടെ. ഉദ്ധവ താനൊന്ന് കാണും. എൻ്റെ കൂട്ടുകാരികള്, ആ ഗോപസ്ത്രീകൾക്ക് എന്നോടുള്ള സ്നേഹം, ആ ഭക്തിയൊന്നും താൻ കണ്ടു നോക്കൂ എന്നൊന്ന് സത്സംഗത്തിന് വേണ്ടിയിട്ടേ താനൊന്ന് കണ്ട് അറിയട്ടെ കരുതിയിട്ടായിരിക്കും ഭഗവാൻ ഇങ്ങോട്ട് വിട്ടത്. ഇവരെ ഉപദേശിക്കാൻ താനാരാ? താൻ എന്താ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളത്? ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ തനിക്ക് ചെയ്യാൻ ഒരു കാര്യമുള്ളൂ. എന്താ അത്? തോളിലുള്ള ഉത്തരി എടുത്ത് അരയിലങ്ങോട്ട് കെട്ടുക, എന്നിട്ടോ ആ ഗോപസ്ത്രീകളെ വീണങ്ങോട്ട് നമസ്കരിക്കുക. ഉദ്ധവർ ആദ്യമൊന്നും പഠിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചു, ഇല്ല, ഞാൻ അവരെക്കാൾ ഉയർന്നിട്ടില്ല. താൻ വലിയ പുരുഷനാണ്, അവര് സ്ത്രീകളാണ്. താൻ ബൃഹസ്പതി ശിഷ്യനാണ്, അവര് സ്കൂളൊന്നും പോയിട്ടില്ല. താൻ ജാതിയിൽ ഉയർന്ന ആളാ, അവര് താഴ്ന്ന, അതൊന്നും ഒക്കെ പോയി. അതൊക്കെ ആയിരിക്കാം, പക്ഷെ എനിക്കില്ലാത്ത എന്തോന്ന് അവർക്കുണ്ട്. ഒരു പൂർണ്ണത ഞാൻ കാണുന്നുണ്ട്, ശാന്തി ഞാൻ കാണുന്നുണ്ട്. ഭഗവാന് നല്ലപോലെ അനുഭവിച്ചവരാ അവര്. അതുകൊണ്ട് എനിക്കും അങ്ങനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ നമസ്കരിക്കണം എന്ന് കരുതി ആ ഗോപസ്ത്രോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കുവോ? എന്തിനാ അത്? ഞാൻ നമസ്കരിച്ചോട്ടെ, പേടിക്കണ്ട, നിങ്ങളെ തൊട്ട് ഞാൻ അശുദ്ധാക്കില്ല, പേടിക്കണ്ട. ഒരുമിച്ച് നിന്നാൽ നിങ്ങളുടെ പാദത്തിലുള്ള പൊടിയൊന്ന് തൊടും, അത്രയേ ഉള്ളൂ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ. ആ വ്രജസ്ത്രീകളുടെ പാദരേണു, രേണു പറഞ്ഞ പൊടി, പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികൾക്ക് നമസ്കാരം, അത്രയ്ക്കേ ഉള്ളൂ. അവരെ നമസ്കരിക്കാൻ ഞാൻ ആരാ? അതിനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല. അവരുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികളെ നമസ്കരിക്കാം. യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. താൻ അങ്ങനെ ശുദ്ധാവട്ടെ ഭഗവാനെ എന്ന് വിചാരിച്ച് അദ്ദേഹം നമസ്കരിച്ചു. ഗോപസ്ത്രീകൾക്കും ഉദ്ധവർ വന്നതും ഭഗവാനെ പറ്റി പറഞ്ഞതൊക്കെ വലിയ സന്തോഷമായി. ഭഗവാൻ തങ്ങളെ മറന്നിട്ടില്ല എന്ന് കേട്ടപ്പോൾ വലിയ ആശ്വാസം. ഭഗവാന് കൊടുക്കാനായിട്ട് പല സമ്മാനങ്ങളും അവർ എള്ളുണ്ടാ, മുറുക്ക്, എന്തൊക്കെയോ ഭഗവാൻ ഇഷ്ടപ്പെട്ടതൊക്കെ അവർ ഉദ്ധവരെ കയ്യിൽ കൊടുത്തയച്ചു. ഉദ്ധവരതൊക്കെ ആയിട്ട് ഭഗവാൻ അടുത്ത് വന്നു, കാൽക്കല് വീണ് നമസ്കരിക്കുകയാണ്. ഉദ്ധവരെ കണ്ടപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് ചോദിച്ചു, പോയിട്ട് എന്തായി? എന്തായി ഗോപസ്ത്രീകളെ കണ്ടിട്ട് എന്താ അങ്ങനെ തോന്നിയത്? ഏവം ഭക്തി സകല ഭുവനേയനേക്ഷിതാശ്രുതാവാ. എന്നെ അങ്ങ് വിട്ടത് നന്നായി. അങ്ങ് പോയിരുന്നെങ്കിൽ ഇപ്പം എനിക്കിതൊന്നും അറിയാൻ സാധിക്കില്ലായിരുന്നു. ലോകത്ത് പല ദിക്കിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, പല ഭക്തന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഭക്തി ഞാൻ ലോകത്തെവിടെയും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്താ ആ ഗോപസ്ത്രീകളുടെ മഹിമ! ഒന്നും കൂടി നമസ്കരിക്കട്ടെ പറഞ്ഞ് ആ ഗോപികമാർക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ആരെ നമസ്കരിക്കുന്നുണ്ട്? ഭഗവാൻ എന്നിട്ട് നമസ്കരിച്ചു. ഇതാണ് ആ ഗോപസ്ത്രീകളുടെ മഹത്വം. അവരെ പറ്റി പറഞ്ഞില്ലെങ്കിൽ കഥ പൂർണ്ണാവില്ല. ഭഗവാനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഭക്തിയുടെ കാര്യത്തിൽ ഗോപസ്ത്രീകളെ പോലെ ആണ്. നാരദ മഹർഷി പറയാ അങ്ങനെയാണ്. ഭക്തി എങ്ങനെയാണ്? യഥാവ്രജ ഗോപികാനാം. ഗോപസ്ത്രീകൾക്ക് അവരുടെ ദുഃഖമൊന്നും വിഷയമില്ല. ഭഗവാൻ ദുഃഖിക്കരുത്. അവർക്ക് അവരുടെ സന്തോഷം മുഖ്യമല്ല, ഭഗവാൻ സന്തോഷമായിട്ടിരിക്കണം. ഈ ഭാവമാണ്. എങ്ങനെയാണ്? അതാണ് യഥാർത്ഥ ഭക്തി. പിന്നെ അതിനുശേഷം പിന്നീട് ഉത്തരാർത്ഥം ആരംഭിക്കുകയാണ്. അതിലാണ് ജരാസന്ധന്റെ കഥ.
പിന്നീട് ആ രുക്മിണീ സ്വയംവരം എന്ന പ്രകരണം അതൊക്കെ ഇവിടെ നിർത്തി ഇനി ചായയ്ക്ക് ശേഷം ആ ഭാഗം പാരായണം ചെയ്യും. 4:30 പാരായണം. അത് കഴിഞ്ഞ് 4:30 ചായ കഴിഞ്ഞാൽ ഒരുങ്ങാം, ഘോഷയാത്രയ്ക്ക് ഒരുങ്ങണം. 5:15 5:20 ആകുമ്പോഴേക്കും വേദിയിലെത്തുക. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.